ജിയോ ഇവിടെ പൊറോട്ട ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫിഷിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. ഫിഷ് ശരിയാവുമെന്ന് മാത്രം നമുക്കറിയില്ല. ഓക്കെ, നമ്മളിങ്ങനെ കിടക്കാം. വേടാ ആവി ഇറക്കണണ്ട, നോക്ക് അടിപൊളിയായിട്ട് ആവി ഇറക്കണണ്ടാ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു ഫുൾ ഫിഷിനെ നമ്മൾ ഇന്ന് ഇവിടെ ഗ്രില്ല് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ചേക്കണത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ വറ്റയാണ് കേട്ടോ. എല്ലാം ക്ലീനാക്കി. അപ്പോൾ നമ്മളിനി ഇതിനൊന്ന് ഗ്രില്ല് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല പെർഫെക്റ്റായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യണതാണ് കേട്ടോ. ചിലപ്പോൾ പാളിച്ചകൾ പറ്റാം. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ ചെയ്ത് നോക്കട്ടെ. ഓ, ഒന്ന് പോസ് ചെയ്യടാ. കത്തി എടുക്കട്ടെ. ഈ കത്തിയിലാണല്ലേ, ഈ കത്തിയിലാണല്ലേ. നമ്മളിതിനൊന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. ഇവിടെ ചെറുതായിട്ടാണ് കേട്ടോ, അടുപ്പിച്ചാണെന്ന് വരാണ്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വില കുറഞ്ഞ് കിട്ടുന്ന ഒരു മീനാണ് കേട്ടത്. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന് വില ഇത്തിരി കൂടുതലുണ്ട്. ഇവിടെ ഭയങ്കര വിലയില്ല. ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് മീനുകൾ നമ്മൾ മാർക്കറ്റിൽ കാണാറുണ്ട്. അപ്പോൾ അതിലേറ്റവും കുറച്ച് വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ഫിഷാണ് കേട്ടോ ഇവിടെ വറ്റ. ഇവിടെ ട്യൂണയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ട്യൂണ എന്ന് ഞാൻ കണ്ടായിരുന്നു. $48 ഒരു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. $48 അതിൻ്റെ റേറ്റ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ട്യൂണ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ചൂര എന്ന് പറയുന്ന സാധനമാണ്. 2 ടൈപ്പ് 3 ടൈപ്പൊക്കെ ഉണ്ട് അത് സാധനം. വെള്ളച്ചൂര അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെന്തായാലും നമ്മൾ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് വരികയാണ്. അത്ര മതി. അതെ, നല്ല അടിപൊളിയായിട്ട് വരഞ്ഞിട്ട് അത് നോക്കിയേ. ഇവിടെ ഉള്ളതേ, ഇവിടെ അടുത്തേക്ക് കൊണ്ടുവന്നേ. വസു, നമുക്ക് ഗ്രില്ല് ചെയ്താലോ? വാ, ഇടുവാ, വാ. ഫിഷ് നമുക്ക് ഗ്രില്ല് ചെയ്യാം. സൂപ്പറാണോ? നോക്കി, ബിഗ് ഫിഷ് അല്ലേ? കട്ട് ചെയ്തു. ആ, ഓക്കെ. We can grill. Okay. Okay, I can cut it in the grill. No, I already cut it. Okay. Wait. ഇനി നമുക്ക് മസാല ഒന്ന് ഉണ്ടാക്കാം കേട്ടോ. മസാല ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് തിരുമ്മി പിടിപ്പിച്ച് കുറച്ച് നേരം വയ്ക്കണം. ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറിയായിട്ട് വെച്ചാൽ തന്നെ ഇത് പിടിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കാണ് ആ ഫിഷ് കറിക്കൊക്കെ നല്ല ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ട്. മൈക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. മൈക്ക് വേറെ തരാം കേട്ടോ, വേറെ തരാം. ഓക്കെ, ഇത് എവിടെ നിന്ന് എടുക്കാം? എന്നാ മൈക്ക് ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ രാവിലെ വെച്ചാൽ വൈകുന്നേരം കഴിക്കാനാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ കുറച്ച് നേരം ഒന്ന് മസാല തിരുമ്മി നല്ലോണം വയ്ക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം വച്ചിട്ടാണ് നമ്മൾ ഫോയിൽ പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഡൺ. ഓക്കെ, we are going to grill this one. Okay. Is this inside? Inside that grill. Okay. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി കേട്ടോ. അതെ, ഇത് എന്താണെന്ന് വെച്ചാൽ കുറേ സാധനങ്ങളല്ല, ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിഞ്ചർ, ഗാർലിക്, പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി, പിന്നെ സ്മോൾ ഒനിയൻ ഇവിടെ കിട്ടാനില്ല. നമുക്ക് ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ നിന്ന് 6 ഒനിയൻ കിട്ടി കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഫ്രോസൺ ആണ് ഇവിടെ വരാറ്. ഈ തവണ അതും കിട്ടി. അതെല്ലാം മിക്സ് ചെയ്തതാണ്. പിന്നെ നമ്മൾ പെപ്പർ യൂസ് ചെയ്യുന്നുണ്ട്, ഇത് ടർമറിക് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി, നോർമൽ ചില്ലി. ഓക്കെ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ വിടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫിഷിൽ പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഇനി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ടോ, ഉപ്പ് ഓയിലും കൂടെ ഉണ്ട്, അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പെപ്പർ ഇടാം. പെപ്പർ കുറച്ച് കൂടുതൽ എന്നാലും കുഴപ്പമില്ല കേട്ടോ. അതിനൊരു
നമുക്ക് ആ പെപ്പറിൻ്റെ ആണ് കൂടുതൽ ഇത് വേണ്ടത്. ഓക്കെ, പെപ്പർ, ടർമറിക് ഒന്നും ഒരുപാട് വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും സ്പൂണിലൊക്കെയാണ് ഇടാറ്. ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു സ്റ്റൈലിൽ എത്ര യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. എരിവും കാര്യങ്ങളൊക്കെ. കാശ്മീരി ചില്ലി പൗഡർ. ഓക്കെ, ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. കുറച്ച് ഉപ്പ് കൂടുതലിടാം, ഇത്രയും വലിയ ഫിഷാണല്ലോ. ഓക്കെ, ഉപ്പിട്ടു. നമ്മൾ ഇവിടെ കിട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ടോ, ഇതുണ്ടോ, KPLൻ്റെ സാധനം ഇവിടെയും കിട്ടും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്നും ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിലാണ്ടോ, ശരിക്കും പറഞ്ഞാൽ കട്ട പിടിക്കാറുണ്ട്. എന്നും ഇവിടെ എങ്ങനെയാണ് അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഇപ്പോൾ സമ്മറാണ്, എന്നാലും ഇത് ഇങ്ങനെ തന്നെ കിട്ടാറുള്ളൂ കേട്ടോ. അപ്പം ഞാനൊരു സ്പൂൺ എടുക്കാം. ഓക്കെ, സ്പൂൺ എടുത്തിട്ട് ഇപ്പം ഇതിലിത്തിരി ഒന്ന് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് കാരണം നമ്മൾ എന്തിനാണ് ഈ ഓയിൽ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓയിലിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത്. ഒരുപാട് ഓയിൽ ഇടണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ, ഓയിൽ ഇടാണ്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഓയിലിട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലത് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഇതും ചേർക്കാം കേട്ടോ. വെളുത്തുള്ളി ജിഞ്ചർ പേസ്റ്റ് ചേർക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. എല്ലാ ആൾക്കാരും നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന സംഭവമാണിത്. നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. കണ്ടില്ലേ, നല്ല എല്ലാ സാധനം കുഴമ്പ് രൂപത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇല്ലല്ലോ. Wait. I will do that. Okay. I'll do it. That is done. This is enough. Okay. No, I can do it. This is Samio. Samio, say hi to everyone. So Samio, he's Vasu's friend. Okay. So we can do this one. Okay. So നമ്മളെ ഇതെടുത്ത് വെച്ചു. I can put it in. I can put We are doing actually marinade. Okay. So I can do it in there. Okay, you can do it. No problem. Yeah, you can do it. അപ്പോൾ ഞാൻ ഈ മസാലയൊക്കെ നല്ലോണം പിടിപ്പിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ട് അടുത്ത് കൊണ്ടുവന്ന കേശു ആണ് കേട്ടോ വീഡിയോ പിടിക്കണ വീഡിയോഗ്രാഫറാണ്. നമ്മുടെ അടിപൊളിയായിട്ട് പിടിച്ചു തരും. കേശു, സംഭവം എങ്ങനെയുണ്ട് കാണാൻ? ലുക്കാണോ? സെറ്റാണോ? അപ്പോൾ ഇത് നമുക്കൊന്ന് മറയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കുറച്ച് മസാല കയറി പോകണം. എന്നാലാണ് ഇതല്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഓവൻ ഒന്ന് 10 മിനിറ്റ് ഉണ്ട്, ഒരു 5 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് ഇടണോളൂ. ജിയോ ഇവിടെ പൊറോട്ട ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫിഷിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. ഫിഷ് ശരിയാവുമെന്ന് മാത്രം നമുക്കറിയില്ല. പൊറോട്ട കിടുവാക്കി പൊറോട്ടനെ ശവാക്കില്ല, മറ്റേ കൊന്നോളഞ്ഞൂലടാ. ചൂട് പൊറോട്ട സെറ്റ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇതിനു വേണ്ടി. ഏതാ ഫിഷ് ശരിയാവോ? റെഡിയാവുമല്ലോ, മസാല എല്ലാം പക്കയല്ലേ, ശരിയാവും. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 25 മിനിറ്റ്സിൻ്റെ അടുത്ത് വെച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ചൂട് കുറവായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് എടുത്തു നോക്കാണ് ആയോ എന്തോ. സ്മെല്ലൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ കിടക്കാം. ഓക്കെ, ചൂട് കുറച്ച് കുറവാണ് കേട്ടോ. ചൂട് എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. ജിയോ അറിയില്ല, കുറച്ച് നേരം കൂടെ ഇരിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. ഇല്ല,
ചൂടുണ്ട്, നല്ലോണം ചൂട് പുറത്തുണ്ട്. ആഹാ, സാധനം ആവി വറക്കണ്ട് നല്ലോണം. ഇനി ഒന്ന് എടുത്തു നോക്കണം നമുക്ക്. എടുത്തോട്ടെ. ആഹാ, ഓ സാധനം നല്ലോണം ആയിട്ടാ. ജ്യൂസി ആയിട്ടാണ് സംഭവം. നോക്കട്ടെ, കഴിച്ചു നോക്കാം, ഞാൻ പറയാം. സാധനം വെന്തിട്ടുണ്ട്, പക്ഷെ എല്ലാം നിങ്ങൾ കുറച്ച് നേരം കൂടെ നിങ്ങളെ ഒന്ന് കുക്ക് ചെയ്യണമെന്ന് തോന്നും. കുറച്ച് വേവാനുങ്ങളുണ്ട്. ആദ്യം ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു, അത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഞാൻ ഒരു 15 മിനിറ്റ്സ് വീണ്ടും ഒന്ന് ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കാറുണ്ടോ. അതൊന്ന് നമുക്ക് എടുത്ത് നോക്കാം. അത് കഴിഞ്ഞു ഇത് കൂടുതൽ ചെയ്തൊന്നോ നല്ല ചൂടും കിട്ടാം. ഞാൻ ഇട്ടേക്കണത് ഒരു 200 ഡിഗ്രിയിലാണ്. ഇനി ഒന്നും കൂടെ അപ്പോൾ ഒന്ന് കരിഞ്ഞു തുടങ്ങി അല്ലേ. മുകളിലൊക്കെ ഒന്ന് കരിഞ്ഞു വിട്ടത് നോക്കി, ഉള്ളിലേക്ക് നോക്കിയത് കണ്ടോ. ആ ഫോയിലൊക്കെ ഒന്ന് കരിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമുക്കൊന്ന് വീണ്ടും പോകാം അല്ലേ. സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വേറൊരു രീതിയിൽ കൂടെ നമുക്ക് കഴിഞ്ഞിട്ട് പിന്നെ കുക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആണ് നമ്മുടെ. ഏകദേശം എല്ലാ സാധനം ഇതായിട്ടുണ്ട്. ശരിക്കും ഈ ഫോയിൽ ഈ പേപ്പറിന് ശരിക്കും ഇതില്ല കേട്ടോ. ഈ ഇതിൻ്റെ ഉള്ളിലാണ് ശരിക്കും അതിൻ്റെ ഒരു ആവി വറക്കണം. ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്യാം. അടുത്തോണ്ട് ഇതുണ്ട്, ഇത് ഫുള്ള് ഇതാണോ ആവി വറക്കണണ്ട. നോക്ക്, അടിപൊളിയായിട്ട് ആവി വറക്കണം കേട്ടോ. സാധനം നല്ലോണം വെന്തിട്ടുണ്ട്, ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എടുത്തോളാം. ഓ നല്ല ജ്യൂസ് എടുത്ത് നോക്കിയേ. തൊട്ടപ്പം പൊങ്ങി വന്നു കേട്ടാ. അത് നോക്കട്ടെ കേട്ടോ. ഇടുക കൊള്ളാം. എനിക്കെന്തായാലും ജ്യൂസി എല്ലാ സാധനവും ഇതിലുണ്ട് കേട്ടോ. ഫിഷിൻ്റെ എല്ലാം 1 മണിക്കൂർ നമ്മൾ വച്ചായിരുന്നു, അതിൻ്റെതായതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജിയോ ഉണ്ടാക്കിയ പൊറോട്ടയും കൂടി നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കിയേ, സൂപ്പറാണെന്ന് നോക്കിയേ. ഓ കളഞ്ഞു. ടേസ്റ്റ് ചെയ്യണോ? ടേസ്റ്റ് ഓക്കെ. വെയിറ്റ് യെസ്, ആ ഒരു ഗ്രേവിയിലൊന്ന് ടച്ച് ചെയ്താണ്. കഴിച്ചു നോക്കി. ഓക്കെ ആണോ? ഓക്കെ. അതെയോ? ഞാൻ പറയാം. ജിയോ ആണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ട. കറക്റ്റ് കാര്യം പറയണം. അടിപൊളിയായിരുന്നു. മസാല എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നീ വെറുതെ ജ്യൂസി ആയിട്ടുണ്ട്.